ലോകമെമ്പാടുമുള്ള ഗാനാസ്വാദകരുടെ പ്രിയ ഗായകൻ മുഹമ്മദ് റാഫിയുടെ ഒരു കടുത്ത ആരാധകനുണ്ട് കോഴിക്കോട് മാങ്കാവിൽ. 73 വയസ്സുകാരനായ കോയാക്ക. ഈ പ്രായത്തിലും റാഫിയുടെ നഷ്ടപ്പെട്ട ഗാനങ്ങൾ തേടിയുള്ള അന്വേഷണം തുടരുകയാണ് കോയാക്ക. മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങളുടെ 3000-ലധികം ഡിസ്ക് റെക്കോർഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ളത്. നിരവധി പഴയകാല റേഡിയോ ശേഖരങ്ങളും ഉള്ളതിനാൽ റേഡിയോ കോയ എന്നാണ് നാട്ടിൽ കോയാക്ക അറിയപ്പെടുന്നത്. പതിനേഴ് വയസ്സ് മുതൽ തുടങ്ങിയ മുഹമ്മദ് റാഫിയോടുള്ള ആരാധനയുടെ ആഴം ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ 73-ലും കോയക്കയ്ക്ക്. മാങ്കാവുകാരുടെ റേഡിയോ കോയക്ക ഇന്നും മുഹമ്മദ് റാഫിയെ നെഞ്ചോട് ചേർക്കുന്നു. ഇവിടെ രാത്രി 9 മണിക്കാണ് വന്നത്. അന്ന് മഴയും പെയ്യുന്നു. ഈ മഴയത്ത് ജനങ്ങളൊക്കെ അവിടെ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് 5 റുപ്യ ടിക്കറ്റ്. ഒരു മാനാഞ്ചിറ മൈതാനത്ത് കൊള്ളുന്ന ജനം പുറത്തുണ്ട്. പോലീസ് ബന്ദോബസ്തിലാണ്. ഒരൊറ്റ കുട്ടികൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയില്ല. എന്തോന്നല്ല ആളുകളൊന്നായിട്ട് ലാത്തി വീശി കുറേ ആളുകൾ ഓടി. ഞാനും ഓടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാനൊരു കസാലയിൽ സ്ഥാനം പിടിച്ച് അവിടെ ഇരുന്ന് റഫീസാബ് വരുന്ന വരെ നിന്ന്. അന്ന് കോഴിക്കോട് വന്ന സമയത്ത് 9 മണിയായിട്ടുണ്ട്. റഫീസാബ് വരുമ്പോൾ ഫസ്റ്റിലൊരു പാട്ട് റഫീസാബ് പാടിയത് ഓ ആജ് മോസം ബഡാ ബെയ്മാൻ ഹേ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു പാടിയിരുന്നത്. ഗായകൻ മുഹമ്മദ് റാഫി 6500 പാട്ടുകളെ പാടിയിട്ടുള്ളൂ. അതിലെ 3500 LP റെക്കോർഡുകളും കോയക്കയുടെ ശേഖരത്തിലുണ്ട്. റാഫി പാടിയ പാട്ടുകൾ റാഫിക്കല്ലാതെ മറ്റാർക്കും പാടാനാവില്ലെന്ന് ആവർത്തിക്കുകയാണ് കോയക്ക. ഒരു രംഗത്ത് ഒരു കുടുംബം ഒന്നായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ മുഹമ്മദ് റാഫിൻ്റെ ഒരു പാട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമയിലെ ഹിന്ദിയും ഉറുദു ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് പാട്ട് കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ അർത്ഥം എന്താണ് അത് ആരും മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ ആ ഈണത്തിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. അങ്ങനെ റഫി സാഹിബിന് അത് സന്ദർഭോചിതം ഒരു രംഗം വരുമ്പോൾ ആ രംഗത്തിനനുസരിച്ച് പാടാൻ റഫി സാഹിബിന് മാത്രമല്ല വേറെ ആൾക്ക് കഴിയില്ല. ഒരു പാട്ടുകാരനും കഴിയില്ല. ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല, ലോകത്ത് ജനിക്കില്ല. ചാഹുംഗ മേ തുജേ സാന്ത് സവേരേ, അതൊക്കെ ദോസ്തിയിലെ പാട്ടാണ്. അത് റഫീസാബാക്കിയ പാട്ട്, ജനങ്ങളിൽ കൂടുതൽ എത്തിച്ച പാട്ടുകളാണ് അതൊക്കെയാണ് ജനങ്ങൾ അറിഞ്ഞത്. 25,000 പാടിക്കുന്നൊക്കെ അനൗൺസ് ചെയ്യുന്നതൊന്നുമില്ല. 6000 പാട്ട് റഫീസാബ് പാടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് പാടാൻ കഴിയുള്ളൂ. ദിവസം 250 റെക്കോർഡ് ചെയ്താലേ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ ആഴ്ചകളോളം മാസങ്ങളോളം എടുക്കും ആ കാലഘട്ടത്തിൽ. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ തേടി കോയാക്ക എത്താത്ത നാടുകളില്ല. കേട്ടറിഞ്ഞ പലരും പല പാട്ടുകളും അയച്ചു കൊടുത്തു. ബോംബെയിലും ഹൈദരാബാദിലും ബംഗളൂരുവിലും മദ്രാസിലുമൊക്കെ പാട്ടുകൾ തേടി യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷമ്മി കപൂർ, സരോജാദേവി അഭിനയിച്ച പഴയകാല ചിത്രമായ പ്യാർ കിയാ തോ ഡർനാ ക്യാ എന്ന സിനിമയിലെ രവി ബോംബെയുടെ ഇണത്തിൽ മുഹമ്മദ് റാഫി പാടിയ പാട്ട് തേടിയുള്ള യാത്ര ചൈനയിലെത്തി നിൽക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.